മോനെ ആഞ്ചലോ, മോനെ ആഞ്ചലോ, നിൻ്റെ പേര് ഇതുവരെ ആരും വിളിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയാണ്. ഞാനാണ് വിളിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി. നീ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂട്ടി? ആ മമ്മൂക്കയാണ് ഞാൻ. ഇപ്പോൾ നിനക്ക് നല്ലോണം കേൾക്കാമല്ലോ. നല്ലോണം പഠിച്ച് അച്ഛനും അമ്മയും ഒക്കെ സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി ഒരു നല്ല കുട്ടിയായി വളരുക കേട്ടോ. സന്തോഷം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മോനെ ആഞ്ചലോ, ഞാൻ മമ്മൂട്ടിയാണ്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന, ടി വിയിലൊക്കെ കാണുന്ന മമ്മൂക്ക. നന്നായി പഠിക്കണം, മിടുക്കനായി വളരണം. ഇത്രയും കാലം നിശബ്ദമായിരുന്ന ഒരു കുഞ്ഞു ലോകത്തേക്ക് ആ ശബ്ദമെത്തി. അത് കേട്ട് ആഞ്ചലോയ്ക്ക് ആദ്യം അമ്പരപ്പ്. അവൻ ജീവിതത്തിൽ ആദ്യമായി ഒരു മനുഷ്യ ശബ്ദം കേൾക്കുകയായിരുന്നു. അതാകട്ടെ ആ ഇളം കാതുകളെ കിളിയൊച്ചകളുടെയും താരാട്ടുപാട്ടുകളുടെയും ലോകത്തേക്ക് തുറന്നിട്ട് കൊടുത്തയാളുടെ ശബ്ദവും. ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശികളായ ജെയ്സൺ ആൻഷ ദമ്പതികളുടെ 4 വയസ്സുകാരനായ മകൻ ആഞ്ചലോയ്ക്ക് ഇത് പുതിയ ലോകമാണ്. ജനനം മുതൽ കേൾവിയില്ലാതെ നിശബ്ദതയുടെ തടവറയിലായിരുന്ന ഈ കുഞ്ഞിന് മോചനമേകിയത് മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും സംയുക്തമായി നടപ്പിലാക്കുന്ന കാതോട് കാതോരം പദ്ധതിയാണ്. ഒരു സാധാരണ കർഷകനായ ജെയ്സന് മകന് കേൾവിശക്തി കിട്ടുന്നതിനുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന 12 ലക്ഷത്തോളം രൂപ കണ്ടെത്തുക അസാധ്യമായിരുന്നു. മകൻ്റെ ഭാവിയെ ചൊല്ലിയുള്ള ആ കുടുംബത്തിൻ്റെ സങ്കടത്തിന് വിരാമമായത് ബിന്ദു വഴി ആഞ്ചലോയുടെ മാതാവ് ആൻഷ കാതോട് കാതോരം പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞതോടെയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി തിരികെ നൽകുന്നതിനായി മമ്മൂട്ടി മുൻകൈയെടുത്ത് ആരംഭിച്ച പദ്ധതി ആഞ്ചലോയ്ക്കും അത് കരുതലായി മാറി. രാജഗിരിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചപ്പോഴാണ് ആഞ്ചലോ ആദ്യമായി പുറം ലോകത്തെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയത്. ആ സുപ്രധാന നിമിഷത്തിലാണ് പ്രിയതാരം മമ്മൂട്ടി വാത്സല്യം കലർന്ന വാക്കുകളിലൂടെ ആഞ്ചലോയെ ഈ ലോകത്തെ മനോഹരമായ ശബ്ദങ്ങളിലേക്ക് വരവേറ്റത്. രാജഗിരി ആശുപത്രിയിലെ ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാജു ജോർജിന്റെ നേതൃത്വത്തിലാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ സജിത് അബ്രഹാം, ഡോക്ടർ ജിത്തു സക്കറിയ, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ജോജി ആന്റണി, PICU വിഭാഗം മേധാവി ഡോക്ടർ സൗമ്യ മേരി തോമസ്, ഇംപ്ലാന്റ് കോർഡിനേറ്റർ LG മാത്യു, സീനിയർ ഓഡിയോളജിസ്റ്റ് അബിൻ ലാസർ, സീനിയർ തെറാപ്പിസ്റ്റ് സാറ പോൾ എന്നിവർ ചികിത്സയിൽ പങ്കാളികളായി. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായെങ്കിലും ആഞ്ചലോയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി മാസങ്ങൾ നീളുന്ന സ്പീച്ച് തെറാപ്പിയിലൂടെയും മറ്റ് പരിശീലനങ്ങളുടെയും സഹായത്തോടെ വേണം സംസാരശേഷി വീണ്ടെടുക്കാൻ. മമ്മൂട്ടിയുടെ സ്നേഹവും ഡോക്ടർമാരുടെ നൈപുണ്യവും ഒത്തുചേർന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിറയുന്നത് പ്രതീക്ഷയുടെ വലിയൊരു ആകാശമാണ്. ഇടുക്കിയിലെ മലയോര ഗ്രാമത്തിൽ നിന്ന് ഇനി ആഞ്ചലോയുടെ ചിരിയും വർത്തമാനങ്ങളും ലോകം കേട്ടു തുടങ്ങും. ഉൾക്കാതിലെ തകരാറുകൾ മൂലം നിശബ്ദതയിലായവർക്ക് ശബ്ദതരംഗങ്ങളെ വൈദ്യുതി തരംഗങ്ങളാക്കി നേരിട്ട് ശ്രവണനാഡിയിലേക്ക് എത്തിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ സാങ്കേതികവിദ്യ ഒരു പുതുജീവിതമാണ് സമ്മാനിക്കുന്നത്. ജന്മന കേൾവിശക്തിയില്ലാത്ത കുട്ടികളിൽ എത്രയും നേരത്തെ ഇംപ്ലാന്റേഷൻ നടത്തുന്നത് അവർക്ക് സ്വാഭാവികമായ സംസാരശേഷി കൈവരിക്കാൻ സഹായിക്കും. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുകയും സാധാരണ സ്കൂളുകളിൽ മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ചിലവ് കൂടാതെ അതിനാവശ്യമായ ഇലക്ട്രോണിക് ഉപകരണവും കുട്ടികൾക്ക് ശബ്ദം തിരിച്ചറിയാനും സംസാരിക്കാനുമുള്ള ഓഡിറ്ററി വെർബൽ തെറാപ്പി പരിശീലനവും കാതോട് കാതോരം പദ്ധതി വഴി ലഭിക്കുമെന്ന് രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഈ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ ആദ്യത്തെ ഘട്ടമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വട്ടം ഇരുന്നിട്ട് നമ്മൾ ഡോക്ടേഴ്സും നമ്മൾ കോർഡിനേറ്റ് എല്ലാവരും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർജറി എന്ന് പറയുന്നത് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം മാത്രമാണ്. പക്ഷേ ഇനിയുള്ള നമ്മൾ ചെയ്യേണ്ടത് എന്ത്? കാരണം അറിയാമല്ലോ, നമ്മൾ ശബ്ദം ഇവൻ സംസാരിക്കാതിരുന്നതിൻ്റെ കാരണം തന്നെ കേൾവിയിലുള്ള കുറവ് തന്നെയാണ്. നമുക്കറിയാമല്ലോ, കേൾവി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പലവട്ടം പറഞ്ഞു തന്നിട്ടാണ്. കേൾവി കിട്ടിയാലാണ് ഒരു കുട്ടി ആ ശബ്ദം കേൾക്കുകയും ആ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയും, പിന്നീടത് സംസാരിക്കുകയും അതിനെ അനുകരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ശബ്ദമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ ശബ്ദങ്ങൾ കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കേൾക്കുന്നതിന് അർത്ഥം വരണമെങ്കിൽ നമുക്ക് അവനെ ഇനി അങ്ങോട്ടേക്ക് ഈ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയുന്നത് പഠിപ്പിച്ചേ മതിയാവും. അത് ചിലപ്പോൾ അത് 1-2 ദിവസം കൊണ്ട് പഠിക്കുന്നതല്ല. കുട്ടി ആദ്യമായിട്ട് ശബ്ദം കേട്ട് ആ ശബ്ദത്തിന് അർത്ഥം വരണമെങ്കിൽ ഇപ്പോൾ അത് പൂച്ചയാണെന്നുണ്ടെങ്കിൽ പൂച്ചയുടെ ശബ്ദം കേൾപ്പിച്ചും ഇത് പൂച്ചയാണെന്ന് കാണിച്ചും അങ്ങനെയാണ് നമ്മളിതിനെ തുടർ ചികിത്സ ചെയ്യുക. ഞങ്ങളിവിടുന്ന് പഠിപ്പിച്ചു തരുന്ന എല്ലാം വീട്ടിൽ പോയി എങ്ങനെയാണോ നിങ്ങൾ കൂടുതൽ നന്നായി പറഞ്ഞു കൊടുക്കുക, അത്രയും പെട്ടെന്ന് ആഞ്ചലോ തിരിച്ച് നോർമലാവും.